15ാമത് എയ്റോ ഇന്ത്യ ഷോയ്ക്ക് പരിസമാപ്തിയായി. ഒട്ടനവധി വിദേശ പ്രതിരോധ വിമാന നിർമ്മാണ കമ്പനികളും ഇന്ത്യയുടെ പ്രതിരോധ സാമഗ്രി നിർമ്മാണ കമ്പനികളും പരിപാടിയിൽ ഭാഗഭാഗമായി. ഇതിൽ എടുത്തു പറയേണ്ടത് ഭാരതത്തിന്റെ തന്നെ സ്വന്തം 5.5 തലമുറ അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനമായ AMCA ഫൈറ്റർ ജെറ്റിന്റെ വിശേഷങ്ങളാണ്. സ്റ്റെൽത്ത് വിമാനം എന്നാൽ ശത്രു രാജ്യങ്ങളുടെ റഡാർ കണ്ണുകളിൽ പെടാതെ ശത്രുവിന്റെ വ്യോമമേഖലയിൽ പ്രവേശിച്ച് ആക്രമണം നടത്തി തിരിച്ച് സുരക്ഷിതമായി സ്വന്തം വ്യോമമേഖലയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഇത്തരം വിമാനങ്ങളെ വിമാനവേദ സംവിധാനങ്ങളിൽ കണ്ടെത്താൻ സാധിക്കില്ല. ഈ വിമാനങ്ങളുടെ രൂപഘടന, ആയുധം വഹിക്കാനുള്ള ശേഷി, പറക്കൽ സംവിധാനം, ആശയവിനിമയ ശേഷി എന്നിവ വളരെ മികച്ചതും ആധുനികവുമാണ്. 2028 ഈ അത്യാധുനിക യുദ്ധവിമാനം ആദ്യത്തെ പറക്കൽ നടത്തുമെന്ന് HALലെ ശാസ്ത്രജ്ഞർ പ്രത്യാശ പ്രകടിപ്പിച്ചു. 2027 വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് തയ്യാറാകും. ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളുടെ പക്കലും അത്തരം വിമാനങ്ങൾ ഉപയോഗത്തിലുണ്ട്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, തുർക്കി തുടങ്ങിയ ചില രാജ്യങ്ങളാകട്ടെ അത്തരം വിമാനങ്ങളുടെ പരീക്ഷണ ഘട്ടത്തിലുമാണ്. നമ്മുടെ അയൽ രാജ്യമായ ചൈനയ്ക്കും 5ാം തലമുറയിൽപ്പെടുന്ന അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുണ്ട്. J-20, J-35 എന്ന പോർ വിമാനങ്ങൾ മേൽപ്പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നതാണ്. ഒപ്പം 6ാം തലമുറയിലും പെടുന്ന പോർ വിമാനങ്ങളുടെ പരീക്ഷണവും ചൈന നടത്തുന്നുണ്ട്. ചൈനീസ് സാങ്കേതിക വിദ്യയും വിമാന ഘടകങ്ങളും പുലർത്തുന്ന നിലവാരം സംശയാസ്പദമാണ്. എന്നാലും ചൈനയുടെ വെല്ലുവിളി നേരിടാൻ ഇന്ത്യക്കും 5ാം തലമുറയിൽപ്പെട്ട അത്യാധുനിക യുദ്ധവിമാനങ്ങൾ കൂടിയേ തീരൂ. സ്വന്തമായി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നത് അഭിമാനകരവും ഇന്ത്യയുടെ ആത്മനിർഭരതയ്ക്ക് നല്ലതാണെങ്കിലും അതിനുണ്ടാകുന്ന സാമ്പത്തിക ചെലവ് വളരെ ഭീമമാണ്. സ്വന്തം വിമാനം നിർമ്മിച്ച് അതിന്റെ പരീക്ഷണ പറക്കലുകൾ നടത്തി ആ വിമാനങ്ങൾ വ്യോമ നാവികസേനകളുടെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം വളരെ വലുതാണ്. ഈ കാലയളവിൽ നേരിടേണ്ടി വരുന്ന വ്യോമ ഭീഷണികൾ നേരിടാൻ താൽക്കാലികമായി കുറച്ച് സ്ക്വാഡ്രൺ വിദേശ നിർമ്മിത പോർ വിമാനങ്ങൾ വ്യോമസേനയിലും നാവികസേനയിലും ചേർക്കാൻ കേന്ദ്ര സർക്കാർ നടപടി പ്രക്രിയ തുടങ്ങി. അതിന്റെ ഭാഗമായാണ് ഫ്രാൻസിൽ നിന്നും 4.5 തലമുറയിൽപ്പെടുന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയിലേക്കും നാവികസേനയുടെ വിമാനവാഹിനികൾക്കുമായി വാങ്ങാനുള്ള കരാറുകളിൽ ഭാരത സർക്കാർ ഒപ്പുവെച്ചത്. അമേരിക്കയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ F-35 പോർ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാൻ ട്രംപ് ഭരണകൂടം ഇതിനിടെ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുന്നതിനിടെയാണ് ഈ തീരുമാനം. നാറ്റോ രാജ്യമല്ലാത്ത ഒരു രാജ്യത്തിന് ആദ്യമായാണ് അമേരിക്ക ഇത്തരത്തിലുള്ള തന്ത്രപ്രധാന യുദ്ധോപകരണം നൽകാൻ തീരുമാനിച്ചത്. റഷ്യയും തങ്ങളുടെ Su-57 പോർ വിമാനം ഇന്ത്യക്ക് നൽകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയുമായി ചേർന്ന് സംയുക്ത വിമാന നിർമ്മാണത്തിനും റഷ്യ തയ്യാറാണ്. എന്നാൽ ഇന്ത്യ സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതിന്റെ തെളിവാണ് AMCA പ്രോജക്ട് വേഗം പൂർത്തിയാക്കാൻ മോദി സർക്കാർ അനുമതി നൽകിയത്. 2028 വിമാനം പൂർത്തിയാകുമ്പോൾ വിദേശ എഞ്ചിൻ ഉപയോഗിച്ചാകും ആദ്യ പറക്കൽ നടത്തുന്നത്. പിന്നീട് തദ്ദേശീയമായി എഞ്ചിൻ രൂപകൽപ്പന ചെയ്യും. ഏത് കാലാവസ്ഥയിലും പറക്കാനുള്ള കഴിവ്, പകലും രാത്രിയും ഒരുപോലെ ആക്രമണം നടത്താനുള്ള കഴിവ്, ഒരേ സമയം കരയിലെയും ജലത്തിലെയും ആകാശത്തിലെയും ഒന്നിലേറെ ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള കഴിവ് എന്നിവയാണ് ഈ അത്യാധുനിക സ്റ്റെൽത്ത് പോർ വിമാനത്തിന്റെ ചില സവിശേഷതകൾ. കൂടാതെ AI സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ടേക്ക് ഓഫ്, ലാൻഡിംഗ് എന്നിവ തനിയെ ചെയ്യാനും പൈലറ്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും AMCAക്ക് കഴിയും. പോർ വിമാനത്തിനൊപ്പം ഒരു ഡ്രോൺ വിമാനത്തിനും പറക്കലിൽ വൈമാനികന്റെ സഹായത്തിനുണ്ടാകും. യുദ്ധമുന്നണിയിലെ ഏത് വെല്ലുവിളികളും നേരിടാനുള്ള സാങ്കേതിക വിദ്യകളും അത്യാധുനിക ആയുധങ്ങളും AMCA യുദ്ധവിമാനങ്ങളിൽ ഉണ്ടാകും. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായ സുഖോയ് 30 യുദ്ധവിമാനങ്ങൾക്ക് പകരമാകും AMCA യുദ്ധവിമാനങ്ങൾ നിലവിൽ വരുന്നത്. അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നാണ് AMCA യുദ്ധവിമാനങ്ങളുടെ മുഴുവൻ പേര്. ഈ വിമാനങ്ങൾ ഭാരതത്തിന്റെ ആകാശത്ത് പാറിപ്പറക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും ആത്മനിർഭരതയും യശസ്സും വാനോളം ഉയരും എന്നതിൽ സംശയമില്ല.